മിശിഹായിൽ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു ലഞ്ച് ബോക്സുമായിട്ടാണ് പോകാറ്. അതുപോലെ ഒരു ലഞ്ച് ബോക്സുമായി സ്കൂളിലേക്ക് പോയ ഒരു കുട്ടിയുടെ കഥ പറയാം. കാലിയായ ലഞ്ച് ബോക്സുമായാണ് അവൻ എന്നും സ്കൂളിൽ പോകാറ്. അതിനുള്ളിൽ ഒന്നുമില്ലെന്ന് അറിയാമെങ്കിലും അവൻ എന്നും ഉച്ചയ്ക്ക് അത് തുറന്നു നോക്കും. എന്നിട്ട് ടീച്ചറുടെ അനുവാദം ചോദിച്ച് പുറത്തു പോയി പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ച് വയർ നിറയ്ക്കും. പക്ഷേ ഒരു ദിവസം അവൻ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ച് തിരിച്ചു വന്നപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സിന് പതിവില്ലാത്ത കനം അനുഭവപ്പെട്ടു. കൗതുകത്തോടെ അവൻ ആ ലഞ്ച് ബോക്സ് തുറന്നു നോക്കുകയാണ്. അപ്പോൾ അവൻ കാണുന്നത് അതിൽ ഒരു കുല മുന്തിരിയാണ്. ഏറെ സന്തോഷത്തോടെ അവനത് കഴിച്ച് ചുറ്റും നോക്കിയപ്പോൾ അവന് തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരൻ മുന്തിരി കഴിക്കുന്നത് കാണുകയാണ്. വീണ്ടും അവൻ ചുറ്റും നോക്കി ലഞ്ച് ബോക്സിൽ നിന്ന് ഒരു കേക്ക് എടുക്കുമ്പോൾ അവൻ്റെ മറ്റൊരു കൂട്ടുകാരൻ കേക്ക് കഴിക്കുന്നത് കാണുകയാണ്. അങ്ങനെ അവൻ്റെ കൂട്ടുകാർ ചേർന്ന് അവൻ്റെ ലഞ്ച് ബോക്സും ഹൃദയവും നിറയ്ക്കുകയാണ്. കരുണ നിറച്ച ഒരു ലഞ്ച് ബോക്സുമായി സമരിയാക്കാരൻ കടന്നു വരികയാണ്. അവൻ്റെ കയ്യിൽ മുറിവണക്കാനുള്ള എണ്ണയും ബാൻഡേഡും ഉണ്ടായിരുന്നു, ഒപ്പം അവൻ്റെ സമയവും. ഈശോ ഈ നല്ല സമരിയാക്കാരൻ ഉപമ പറയാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്നറിയും? ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന നിയമജ്ഞൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാനാണ് യേശു ഉപമ പറയുന്നത്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ മാത്രം രേഖപ്പെടുത്തുന്ന ഉപമയാണ് നല്ല സമരിയാൻ്റെ ഉപമ. പലപ്പോഴും ഉദാഹരണ കഥകൾ പറഞ്ഞാണ് യേശു ഉത്തരം നൽകാറ്. ധനവാൻ്റെ ലാസറിൻ്റെ ഉപമ അതിൻ്റെ ഉദാഹരണമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്ന കൊള്ളക്കാർ മർദ്ദിച്ച് അർദ്ധപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യനെയും അവനെ കണ്ടിട്ടും മറുവശത്തൂടെ കടന്നു പോകുന്ന പുരോഹിതനെയും ലാവയനമാണ്. എന്നാൽ വിലക്കുകൾക്കപ്പുറം സ്നേഹത്തിന് ശുശ്രൂഷകനായി കരുണയുടെ പ്രവാചകനായി ഓടി വരുന്ന നല്ല സമരിയാക്കാരനെയുമാണ്. മറുവശത്തുകൂടെ നിയമത്തിൻ്റെ കാർക്കശ്യം പാലിച്ച് കടന്നുപോയവർക്കുള്ള ന്യായീകരണം മൃതശരീരത്തിൽ സ്പർശിച്ചാൽ 7 ദിവസത്തേക്ക് അവർ അശുദ്ധരാകുമെന്നതാണ്. യഹൂദൻ മാത്രമാണ് അയൽക്കാരൻ. പുതിയ നിയമകാലത്ത് യഹൂദർ അയൽക്കാരെ യഹൂദരെയും വിജാതിയിൽ നിന്ന് യഹൂദ മതത്തിൽ ചേർന്നവരെയും മാത്രമേ കണക്കാക്കിയിരുന്നുള്ളൂ. യഹൂദരും സമരിയാക്കാരും പണ്ട് മുതലേ ശത്രുക്കളായിരുന്നു. മുറിവേറ്റ് കിടക്കുന്ന യഹൂദന് തൻ്റെ മതനിയമം അനുസരിച്ച് സമരിയാക്കാരൻ അയൽക്കാരനല്ലായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സമരിയാക്കാരൻ അവിടെ സഹായത്തിനെത്തുന്നതും അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കിട്ടുന്നതും തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിക്കുന്നതും. എവിടെ സ്നേഹമുണ്ടോ അവിടെ നിയമങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകും. എവിടെ കരുണയുണ്ടോ അവിടെയൊക്കെ സ്നേഹം നിറഞ്ഞൊഴുകും. സ്നേഹമുള്ളവരെ, സ്നേഹം കരകവിഞ്ഞൊഴുന്ന ഇരിടമായി മാറുകയായിരുന്നു സമരിയാക്കാരൻ. നമ്മൾ പലപ്പോഴും നമ്മുടെ സമൃദ്ധിയിൽ നിന്നെടുത്താണ് കരുണ കാണിക്കുന്നത്. എന്നാൽ സമരിയാക്കാരനാവട്ടെ തൻ്റെ യാത്രക്കിടയിൽ സമയം മാറ്റിവെച്ച് തന്നെ ശത്രുവായി കരുതുന്ന യഹൂദനെ തക്ക സമയത്ത് സഹായിക്കുകയാണ്. ആരും അയൽക്കാരനല്ലാതെ ആവുന്നില്ല. എല്ലാവരും എല്ലാവരുടെയും അയൽക്കാരനാണ്. നമ്മുടെ ജീവിതത്തിലെ ഇരുൾ മൂടിയ അവസ്ഥകളിൽ നമ്മൾ പാപത്തിൽ വീണുപോയപ്പോൾ, വിഷമത്തിൽ പെട്ടുപോയപ്പോൾ, എല്ലാവരും മറുവശത്തൂടെ കടന്നു പോകുമ്പോൾ ആ നല്ല സമരിയാക്കാരൻ ഈശോ മാത്രം നമ്മോടൊപ്പം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. തൻ്റെ ജീവിതം ബലിയണച്ചുകൊണ്ട് നമുക്ക് മുറിവുകൾക്ക് സൗഖ്യം നൽകി തൻ്റെ രക്തം കൊണ്ട് നമ്മയെല്ലാം ശുദ്ധമാക്കി. ആരെയും വെറുക്കാനോ അവഗണിക്കാനോ പാടില്ലെന്ന് അവൻ പഠിപ്പിച്ചു. ഇന്നത്തെ സുവിശേഷം നമ്മോട് ചോദിക്കുന്ന ചോദ്യവും ഇതുതന്നെയാണ്. നിനക്കും നല്ല സമരിയാക്കാരനാകാമോ? നിൻ്റെ ഹൃദയം നിറയുന്ന സ്നേഹത്തിൻ്റെ കരുണയുടെ ലഞ്ച് ബോക്സായി മാറുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ കണ്ണുകൾ തുറക്കുക. കൂടെയുള്ളവരിൽ നിൻ്റെ മുഖം കണ്ട് നല്ല സമരിയാക്കാരനാകാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.